ഹായ്, ഇറ്റ്സ് മീ രഞ്ജിത്ത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ ഓഡിയോ ചെയ്യാനുള്ള ഒരു കാരണം, ഒരു നല്ലൊരു സിനിമ കണ്ടു, ഡിയർ. തമിഴ് ഫിലിമാണ് അത്. മലയാളത്തിൽ ഡബ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മലയാളം കണ്ടത് ഏതാ OTT പ്ലാറ്റ്ഫോം എന്ന് അറിയില്ല, പക്ഷേ നല്ല മൂവിയാണ്. മസ്റ്റ് വാച്ച്ഡ് നല്ല സിനിമ. ശരിക്കും ഗുഡ് നൈറ്റ് പറഞ്ഞൊരു തമിഴ് മൂവി ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സെയിം പശ്ചാത്തലമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല, എന്നാലും ചെറിയൊരു കണ്ടന്റ് സെയിമാണ്. നിങ്ങളുടെ സിനിമ കാണുക. പക്ഷേ ഡിയർ എന്ന സിനിമ ബാക്കി പറയുകയാണെങ്കിൽ പ്രണയം, ലൈഫ്, ദാമ്പത്യം എന്നുള്ള രീതിയിൽ, നല്ല രീതിയിൽ അച്ഛൻ, അമ്മ, ഏട്ടൻ, ഭാര്യ എന്നുള്ള കൺസെപ്റ്റിലേക്ക് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സിനിമ. നല്ല സിനിമ പറയുമ്പോൾ ഒരു തണുത്ത, നമുക്ക് ഈ ചൂടത്ത് നല്ലൊരു മഴ ലഭിക്കുകയാണെങ്കിൽ എന്താ അതുപോലത്തെ ഒരു ഫീല്, നല്ലൊരു ഫീലിംഗ്, ഒരു കുളിര് കോരുന്നത്. പാട്ടൊക്കെ സിനിമയിൽ എന്താ പറയുക, നമുക്ക് കുറേ കാലത്തിന് ശേഷം നല്ലൊരു പാട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നല്ല ഫീല്, പാട്ടിനടക്കം നല്ല ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം മലയാളത്തിലൊക്കെ അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങാൻ പറയുന്നത് വൻ ശോകമാണ്. അങ്ങനത്തെ കാര്യത്തിലൊക്കെ നല്ല ലവ് സ്റ്റോറി മലയാളത്തിൽ തന്നെ വന്നിട്ട് കുറേ കാലമായിട്ടുണ്ട്. ക്ലിക്കായ ഒരു ലവ് സ്റ്റോറിക്ക് വന്നിട്ടില്ല. അടുത്തൊരു റാഹേൽ മകൻ കോര, ആ സിനിമ എനിക്ക് കുറച്ച് ലവ് സ്റ്റോറി മീൻസ് കുറച്ച് ഓക്കെ, പക്ഷെ അത്ര വലിയ ക്ലിക്കായിട്ടൊന്നുമില്ല സിനിമ. പക്ഷെ ഓക്കെ, ജസ്റ്റ് ഓക്കെ പറഞ്ഞൊരു ഫിലിം. പക്ഷെ ഈ സിനിമ കുറേ കാലത്തിന് ശേഷം ഒരു നല്ലൊരു പാറ്റേണിൽ ഒരു ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പ്രണയം എപ്പോഴും എല്ലാവർക്കും ഇഷ്ടം ആവുന്ന എന്ന രീതിയിൽ തന്നെ പ്രണയത്തിൻ്റെ വേറൊരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവന്നു. അറേഞ്ച്ഡ് മാരേജിൻ്റെ ശേഷമുള്ള ഒരു രീതി, നല്ലൊരു ഫിലിം. എല്ലാവരും ഒന്ന് കാണണം. എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്കും ചേഞ്ച് വരുത്താം. എന്താ സാക്രിഫൈസിങ് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാം, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ പോകുന്ന ഒരു നല്ല ഫിലിം. എന്താ പറയുക, നല്ല ചിന്താഗതിക്കാരൻ നല്ല എഴുത്ത് എഴുതുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നല്ല പാട്ടുകാരന്മാർ നല്ല പാട്ട് എഴുതുന്നു എന്ന് പറയുന്ന പോലൊക്കെ തന്നെയുള്ള ഒരു രീതി. എല്ലാം അത്യാവശ്യം, ഇതൊന്നും അനാവശ്യമായിട്ട് സിനിമയിലൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. ഈ കാലഘട്ടത്തിൽ ഇപ്പം പ്രണയം അറിയണമെങ്കിൽ ഒരു ചുംബനം കൊടുക്കണം ചുണ്ടിൽ, ആ രീതി പോലും ഇല്ലാത്ത നല്ലൊരു ഫിലിമിന് കൊല്ലാത്തതും, ഒരു പണ്ടത്തൊക്കെ നല്ല നിഷ്കളങ്കമായ ഒരു സിനിമ ഒക്കെ കാണുന്ന അതേ ഫീൽ പണ്ടത്തെ രീതിയിലേക്ക് പോയി. ഇപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ നമ്മളൊരു വലിയൊരു നടന്മാരങ്ങനെ കാണുന്നില്ല. ഇപ്പോൾ വിജയ് ആണെങ്കിൽ പോലും ചെയ്യുന്നില്ല, ഈവൻ അല്ലു അർജുൻ അങ്ങനെ ആരും ചെയ്യുന്നില്ല. ഇപ്പം നല്ല എല്ലാവരും ആ കാറ്റഗറി മാറിപ്പോയി. പക്ഷെ ഇങ്ങനത്തൊക്കെ ഒരു തനതായ നാടൻ നല്ലൊരു സിനിമ വരുമ്പോൾ ഇപ്പം ഒരുപാട് കോടികൾക്ക് മാസ് പടം ചെയ്യുന്നതിനേക്കാളും നല്ല ഇത്ര നല്ല ഒരു കുറച്ച് ഇങ്ങനത്തെ ചെറിയൊരു പടമൊക്കെ വന്ന് കാണാനൊരു ആഗ്രഹമുണ്ട്. അതിലിപ്പോൾ ഞാനൊരു ചെറിയ വിജയിൻ്റെ ഒക്കെ പടം വാരിസ് എന്നറിയാം. വാരിസ് എന്നാലും ബിഗ് ബഡ്ജറ്റ് തന്നെ, ഒരു കുടുംബ ഫാമിലിക്ക് വന്നാലും. പക്ഷെ അത് ശരിക്കും കുറേ VFX വെച്ചിട്ട് വലിച്ചു വാരി ചെയ്തതൊന്നും അങ്ങനെ ഒന്നുമില്ല സിനിമ. പക്ഷെ എന്തൊക്കെയോ അതിലുണ്ട്, അങ്ങനത്തെ രീതി. എന്തായാലും നിങ്ങളെല്ലാവരും കാണണം, കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയണം. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക. ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി, ശുഭ നിദ്ര.